കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുന്നു. പുഴയിൽ പമ്പിങ്ങിനാവശ്യമായ ജലനിരപ്പ് ഇല്ലാത്തതാണ് പ്രശ്നം. പെരിയാർ വാലി കനാലിലൂടെ വെള്ളമെത്തിക്കുന്നതിലുണ്ടായ തടസ്സമാണ് വിനയായത്. കനാൽ ശുചീകരണം പൂർത്തിയാകുന്നതോടെ കുടിവെള്ള വിതരണം സുഗമമാകുമെന്ന് അധികൃതർ അറിയിച്ചു. കോഴിപ്പള്ളി പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ശുദ്ധീകരിച്ചാണ് കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ വിതരണം ചെയ്യുന്നത്. എന്നാൽ പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു പോകുന്നതിനാൽ പമ്പിംഗ് ഇടയ്ക്കിടെ തടസ്സപ്പെടുകയാണ്. 24 മണിക്കൂറും പമ്പിംഗ് നടന്നാൽ മാത്രമേ വലിയ കുഴപ്പമില്ലാതെ കുടിവെള്ളം വിതരണം ചെയ്യാൻ കഴിയുകയുള്ളൂ. പമ്പിംഗ് മുടങ്ങാതിരിക്കണമെങ്കിൽ പെരിയാർ വാലി കനാൽ വഴി പുഴയിൽ വെള്ളമെത്തിക്കണം. എന്നാൽ കനാലിലൂടെയുള്ള വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. കനാൽ ശുചീകരിക്കാതിരുന്നതാണ് കാരണം. ഈ പ്രശ്നം മുൻകൂട്ടി കണ്ട് അധികാരികളുടെ ഇടപെടൽ ഉണ്ടായില്ല. കനാലിൻ്റെ ശുചീകരണം ഇപ്പോൾ നടന്നുവരികയാണ്. ദിവസങ്ങൾക്കകം ആവശ്യത്തിന് വെള്ളം പുഴയിൽ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. മുനിസിപ്പാലിറ്റിയുടെ ഉയർന്ന പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമം പ്രധാനമായും അനുഭവപ്പെടുന്നത്. ടാങ്കറുകളിൽ വെള്ളമെത്തിച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള ശ്രമത്തിലാണ് മുനിസിപ്പൽ അധികൃതർ. വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവമാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്ന് ആക്ഷേപമുണ്ട്. GTV ന്യൂസ്, കോതമംഗലം.